നമുക്ക് ആസ്വദിച്ചും ആനന്ദിച്ചും അനുഭവിക്കാനുള്ളതാണ് ഇസ്ലാമിലെ ജീവിതത്തിലെ എല്ലാ മേഖലകളും. പ്രത്യേകിച്ച് ഇബാദത്തുകളെല്ലാം നമ്മെ ശുദ്ധീകരിക്കുന്നതും നമ്മുടെ മനസ്സിനും ജീവിതത്തിനും കെട്ടുറപ്പ് നൽകുന്നതുമാണ്. ഇസ്ലാമിൽ പൊതുവെ നിയമങ്ങൾ കാണാം. നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ളതാണ്. എവിടെയും അങ്ങനെയാണ്, ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. നിയമം മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, മനുഷ്യൻ്റെ നിലവാരം, അതുപോലെ സൊസൈറ്റി, സമൂഹം, ഇത് നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു സുരക്ഷിതത്വമാണ് എല്ലാ നിയമങ്ങളും. കഴിഞ്ഞ ദിവസം നമ്മുടെ സംസാരങ്ങൾ കേട്ട പലരും ആവശ്യപ്പെട്ട ഒരു ചർച്ചയാണ് ജമാഅത്തിനെ കുറിച്ച് കൂടി സംസാരിക്കാമോ എന്ന് പലരും പറഞ്ഞിരുന്നു. ഗാദറിങ്, ഒരുമിച്ചുകൂടൽ, അത് മനുഷ്യൻ്റെ ഒരു ആവശ്യമാണ്. അതിൻ്റെ ഭാഗമാണ് നമുക്ക് പലയിടത്തും പല രീതിയിലുള്ള ഒരുമിച്ചുകൂടലുകൾ കാണാം. കഴിഞ്ഞ ദിവസം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു ദിവസം, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു 10ലധികം ചെറിയ പെൺകുട്ടികൾ, ഒരു 10ാം ക്ലാസ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടികൾ, അവർ 2 ലൈനായി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. ആ സഹോദരിമാർ എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നു, എല്ലാവരും പ്രത്യേക തരത്തിലുള്ളൊരു തൊപ്പി ധരിച്ചിരിക്കുന്നു. ഒരാൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് വളരെ സൊഫായി നിന്നിട്ട് അവർ പ്രത്യേക ആംഗിളിൽ ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് നടക്കുകയാണ്. ആ നടത്തം അവർ ഷൂട്ട് ചെയ്യുകയാണ്. ഇത് കണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു സഹോദരൻ പറയുന്നു, ഇതെന്തൊരു കാലമാണ്. ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ പെരുമാറേണ്ട മാനേഴ്സ്, മര്യാദകൾ, അതുപോലും ഒരു മനുഷ്യനെ മറപ്പിക്കുന്ന തരത്തിലുള്ള ഗാദറിങ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് അദ്ദേഹം സ്വയം ഇരുന്ന് സംസാരിക്കുന്നു. ഞാനിത് രണ്ടും കണ്ടു. അവിടെ എൻ്റെ മനസ്സിനെ അലട്ടിയ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു സ്ട്രൈക്ക് ചെയ്തൊരു മാറ്ററാണ്. മനുഷ്യന് ഗാദറിങ് ആവശ്യമാണ്, ഒരുമിച്ച് ചേരൽ, ഒത്തുചേരലുകൾ മനുഷ്യന് ആവശ്യമാണ്. അത് കൃത്യമായ ലക്ഷ്യത്തിൽ ഒരുമിച്ച് കൂടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും. നമുക്കറിയാം, ഇന്ന് കല്യാണ വീടുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹീത നിമിഷമാണ് കല്യാണം. ഇസ്ലാമിക വീക്ഷണത്തിൽ കല്യാണം, നിക്കാഹ് എന്ന് പറയുന്നത് അനുഗ്രഹീതമായ ഒരാചാരമാണ്. ഈ നിക്കാഹിന് കഴിഞ്ഞ കാലത്തൊക്കെ ലോകമറിഞ്ഞ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നല്ല വിവരമുള്ള പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അവർ രചിച്ച മങ്കൂസ് മൗലൂദ് പോലെയുള്ള ഈരടികൾ, അതിൻ്റെ മദ്ഹുകൾ, അത് പാരായണം ചെയ്യുകയും അത് വളരെ ആഘോഷപൂർവ്വം അവർ ആചരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആചരിക്കുന്ന സമയത്ത് അവിടെ ചില എത്തിക്സുകൾ, ചില മൂല്യങ്ങൾ, വാല്യൂസ്, ആ മൂല്യങ്ങൾക്ക് പരിഗണന ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം ചില മൂല്യങ്ങളുള്ള ഒത്തുചേരലുകൾ കളഞ്ഞു കുളിച്ചപ്പോൾ നമ്മൾ അറിയാതെ ബ്രൈഡർ, ഗ്രൂം പല രീതിയിൽ, പല പേരിൽ എന്ത് ചെയ്യുകയാണ്, ഒത്തുചേരുകയാണ്. ഈ ഒത്തുചേരുന്നതിനിടയിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഒരു ദിവസം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നു. ജമാഅത്തിൻ്റെ പ്രാധാന്യവും ജമാഅത്തിന് പങ്കെടുക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയാനാണ് ഈ ആമുഖങ്ങൾ പറയുന്നത്. ഒരു സഹോദരി നിക്കാഹ് കഴിഞ്ഞു, കല്യാണം ചടങ്ങ് കഴിഞ്ഞിട്ടില്ല. ആ സഹോദരിയെ തൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്ന സമയത്ത്, ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര അസ്വസ്ഥത കാണിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്യാൻ സന്നദ്ധമാകുന്നില്ല. ഇനി അഥവാ അറ്റൻഡ് ചെയ്യാൻ നിർബന്ധിതയായാൽ പോലും വല്ലാതെ അസ്വാഭാവികമായി പെരുമാറുന്നു. പല ചികിത്സകൾക്കും വിധേയമായിട്ടുണ്ട് ആ സഹോദരി. അങ്ങനെ എനിക്കറിയാവുന്ന എൻ്റെ ഒരു സൗഹൃദ വലയത്തിലുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് എന്നതുകൊണ്ട് അവരൊരു ദിവസം എന്നോട് ചോദിച്ചു, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നോട് പറയാമോ? അപ്പോഴേക്ക് അവർ ഒരുപാട് ചികിത്സകളും ഒരുപാട് ഇടപെടലുകളും കഴിയുമ്പോഴേക്ക് മെൻ്റലി അവർ ലോക്കായിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ലോക്ക് ഒഴിവാക്കാൻ കുറച്ച് പാടുപെട്ടു. ആ ലോക്ക് ഒഴിവായ സമയത്ത് 1ാം ഘട്ടം അവരെന്നോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ അവരൊരു സുഹൃത്തും അവരെ വൈഫും ഒന്നിച്ച് ഞങ്ങളൊരു യാത്ര പോയിരുന്നു. ആ യാത്ര പോയതിന് ശേഷമാണ് എൻ്റെ മൈൻഡിൽ ഈ ലോക്ക് വന്നത്, എനിക്കിങ്ങനൊരു പ്രയാസം വന്നത് എന്ന് പറഞ്ഞു. അവിടെയുള്ള പല പെരുമാറ്റങ്ങളും എന്നെ അലട്ടുന്നു. ഞാൻ വീണ്ടും ഒന്നുകൂടി ആയത്തിലിറങ്ങി. ഞാൻ ചോദിച്ചു, ഏത് പെരുമാറ്റമാണ് നിങ്ങളെ അലട്ടിയത്? അപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങൾ പറഞ്ഞു, സംസാരിച്ച ചില സംസാരങ്ങൾ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു,
ഈ സംസാരമല്ല നിങ്ങളുടെ ലോക്ക്. ഇനിയും നിങ്ങൾ ഒന്നുകൂടി ആഴത്തിൽ പോയാൽ നിങ്ങൾക്ക് ആ ലോക്ക് കാണാൻ കഴിയും. അഥവാ ഇത് പറയുമ്പോൾ ഒറ്റയടിക്ക് ഒരാളുടെ സംസാരത്തിൽ പോകാൻ കഴിയുന്ന ഒരു മേഖലയല്ലത്. അൺകോൺഷ്യസ്ലി അവരുടെ മൈൻഡിൽ ഡീപ്പായിട്ട് കിടക്കുന്ന മെമ്മറീസ് അവിടെ സ്പർശിക്കാൻ കഴിയണം. അപ്പോൾ ഏതായാലും അവിടെ എത്തിയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാനൊരു മതപഠനത്തിൻ്റെ ഭാഗമായി അതുപോലെ ഭൗതിക പഠനത്തിൻ്റെ ഭാഗമായി കോഴ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്ഥാപനത്തിൽ എനിക്കറിയാവുന്ന 300ഓളം വിദ്യാർത്ഥിനികളുണ്ട്. ഈ വിദ്യാർത്ഥിനികളിൽ എനിക്കറിയാവുന്ന എല്ലാവർക്കും അവരുടെ പഠന കാലയളവിൽ അഫെയർ ഉണ്ട്. ഒരു പ്രണയത്തിൻ്റെ പേരിൽ ഒരു മറുകക്ഷിയുണ്ട്. എന്നാൽ എനിക്ക് മാത്രം അതില്ലായിരുന്നു. അന്ന് എൻ്റെ മൈൻഡിൽ കുടുങ്ങിയ ഒരു ചിന്തയാണ്, എനിക്കെന്തൊക്കെയോ ന്യൂനതകളുണ്ട്. ഒന്നിച്ച് ജീവിക്കാൻ, ഇണകളായി ദാമ്പത്യ ജീവിതം നയിക്കാൻ തടസ്സമാകുന്ന എന്തൊക്കെയോ എന്നിലുണ്ട് എന്ന തോന്നൽ. ഈ തോന്നലാണ് എന്നെ അഗാധമായ ഈ ഒരു വശത്തേക്ക്, ഈ ഒരു ചിന്തയിലേക്ക് നയിച്ചത് എന്നവർ പറഞ്ഞു. ആ ലോക്ക് ഒഴിവായി കഴിയുമ്പോഴേക്ക് പിന്നീട് ആ പ്രശ്നം തീരുകയും ചെയ്തു. അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ പലപ്പോഴും ഞാനിപ്പോൾ പരാമർശിച്ചുകൊണ്ടുവന്ന വിഷയം, ഇത്തരം വിഷയങ്ങളിലെല്ലാം നമുക്ക് ഒത്തുചേരലുകൾ മനുഷ്യൻ്റെ ആവശ്യമാണ് എന്നും ഒത്തുചേരുന്നതിന് കൃത്യമായ മാനദണ്ഡവും അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ ചില മൂല്യങ്ങൾ ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് നേട്ടങ്ങൾ മനുഷ്യനുണ്ട്. ഇവിടെ നിസ്കാരം എന്ന പേരിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പരാമർശിച്ചതുപോലെ ആ ഒരു മൈൻഡ് സെറ്റോടു കൂടെ നിസ്കരിക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് സൗഖ്യം, ഒരുപാട് പുരോഗതി മനുഷ്യന് ലഭിക്കുന്നു. മനുഷ്യൻ എന്തൊക്കെയോ, ഞാൻ ആരൊക്കെയാണ്, ഞാനൊരു സ്ഥാനത്തുണ്ട്, എനിക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ പ്രാപ്തമാക്കുന്നതാണ് നിസ്കാരം. ഇങ്ങനെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആ നിസ്കാരത്തിൻ്റെ പേരിൽ ഒരുമിച്ച് ചേരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ നേടിയെടുക്കുന്ന ഒരു സാമൂഹിക ബോധമുണ്ട്, ഒരു സോഷ്യൽ സെറ്റപ്പുണ്ട്, ഒരു സാമൂഹിക ഘടനയുണ്ട്. ആ ഘടനയ്ക്ക് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ജമാഅത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന സമയത്ത് വ്യാപകമായി നമുക്കറിയാവുന്ന മഹത്വമാണ്. ഒരു തവണ നാം നിസ്കരിക്കുന്ന നിസ്കാരം, അത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് 27 അതിനേക്കാളോ മടങ്ങ് പ്രതിഫലമുള്ളതാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ. നിസ്കരിച്ചാലുള്ള നേട്ടം എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നേട്ടങ്ങളിൽ ഒന്നാണ് തൻഹ അനിൽ ഫഹ്ശ ഇവൽ മുങ്കർ. എല്ലാതരം വേണ്ടാത്തരങ്ങളിൽ നിന്നും മനുഷ്യനെ നിസ്കാരം അകറ്റും. അത് 27 മടങ്ങ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ അവന് വലിയ മാറ്റം ഉണ്ടാക്കാനും വലിയ വിപ്ലവം ഉണ്ടാക്കാനും വലിയ പുരോഗതി ഉണ്ടാക്കാനും കഴിയും എന്നതാണ് ജമാഅത്തിൻ്റെ ഒരു നേട്ടം. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, അതുപോലെ ധാരാളം മഹാന്മാർ അവരുടെ ഹിക്കമിൽ, മഹാനവറുകളുടെ ഹിക്കമിൽ തന്നെ കാണാം, ജമാഅത്തിൻ്റെ മഹത്വം പറയുമ്പോൾ പറഞ്ഞു, അങ്ങനെ പറയാനുള്ള കാരണം, നേട്ടം ലഭിക്കും, പുരോഗതി ഉണ്ടാകും, ഇബാദത്തുകൾക്ക് അത്രയും മൾട്ടിപ്ലിങ് ഗുണിതങ്ങൾ ലഭിക്കും എന്ന് പറയാനുള്ള കാരണം, ഒരു ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരാളുടെ നിസ്കാരം മാത്രം ന്യൂനതയുള്ളതും ബാക്കിയുള്ളവരുടേതൊക്കെ ന്യൂനത മുക്തമായാൽ അവരുടെ കാരണം കൊണ്ട് എൻ്റെതു കൂടെ സ്വീകരിക്കപ്പെടാൻ കാരണമാകും. അങ്ങനെ പറഞ്ഞു ഇനി ഒരു ഇമാമിൻ്റെത് മാത്രമേ സ്വീകാര്യമുള്ളൂ എങ്കിൽ പോലും ബാക്കിയുള്ളവരുടേത് സ്വീകരിക്കാൻ കാരണമാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ. ഇപ്പം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് മിനിയാന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ചിന്താഗതി, അതായത് നിസ്കരിക്കുന്ന സമയത്ത് ഈ നിസ്കാരം കഴിഞ്ഞ് ഞാൻ പിരിയുമ്പോൾ, ഇപ്പോൾ പള്ളിയിലേക്കൊക്കെ കയറുകയാണെങ്കിൽ പള്ളിയിലേക്ക് കയറി നിസ്കാരം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ കയറുന്ന ആ ആളായിട്ട് ഞാൻ ഇറങ്ങരുത്. എനിക്ക് സംതിങ് കിട്ടണം, സംതിങ് പുരോഗതി ഉണ്ടാകണം. ഈ ചിന്ത ജമാഅത്തിന് കൂടി ഉണ്ടാകുന്ന സമയത്ത് നമ്മെ അത് അടിമുടി മാറ്റാൻ, നമ്മുടെ ശാരീരികമായും മാനസികമായും നമ്മളെ ഏറെ മാറ്റാൻ ശേഷിയുള്ളതാണത്. ചെറിയൊരു ഭാഗവും കൂടെ പറഞ്ഞ് ഞാനതിൻ്റെ മർമ്മത്തിലേക്ക് വരാം. ബയോപ്ലാസ്മിക് ഹീലിംഗ് 100-ലധികം രാജ്യങ്ങളിൽ ഇന്ന് അംഗീകൃതമായ ഒരു മോഡേൺ സയൻസാണത്. അതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് മനുഷ്യനിലെ എനർജി ഉപയോഗിച്ച് മനുഷ്യന് ഹീൽ ചെയ്യാൻ കഴിയും, സ്വന്തത്തെയും മറ്റുള്ളവരെയും ഹീൽ ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കുന്നതാണ് ആ പഠനം. ഏകദേശം 50 വർഷത്തോളം നിരന്തരം, ഏകദേശം 30 വർഷത്തോളം റഷ്യൻ യൂണിവേഴ്സിറ്റികളിലും 10-20 വർഷം US യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠനം നടന്നൊരു സബ്ജക്റ്റാണത്. എന്താണ്? എനർജി ഉപയോഗിച്ച് മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അതിനൊരു ബേസിക് മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെ പറയാം. അപ്പം ഞാൻ നിങ്ങളിൽ ഒരാളുടെ മുഖത്തേക്ക് സന്തോഷത്തോടു കൂടെ നോക്കുന്നു.
അതൊരു 3 മുതൽ 5 മിനിറ്റ് വരെ ഞാൻ നോക്കുന്നു എന്ന് സങ്കല്പിക്കുക. സന്തോഷത്തോടെ മുഖത്തോട് മുഖം നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സ്വാഭാവികമായും കാഴ്ചക്കാരൻ്റെ മനസ്സിൽ എന്തോ സംതിങ് ഒരു സന്തോഷം ഉണ്ടാകും, എല്ലാവർക്കും അറിയാം. എന്നാൽ ദേഷ്യത്തോടെ ആ ദേഷ്യം നിറഞ്ഞ ഒരു മുഖഭാവത്തോടെ ഒരു വ്യക്തി, ഞാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കുന്നു, എന്താ അവിടെ സംഭവിക്കുന്നത്? മറ്റൊരു മാറ്റം ഉണ്ടാവുമല്ലോ. ഇതിനിടയിൽ ഒരു വയറുണ്ടോ? ഇല്ല. ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഒരു ദേഷ്യം, ഒരു ഭയം ഒരാളുടെ മനസ്സിലുണ്ടായാൽ അത് ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലും എൻസൈമുകൾ, ഹോർമോണുകളായി അതിൻ്റെ ഉൽപ്പാദനവും വിതരണവും നടക്കുമെന്നത് അതിൻ്റെ സയൻസാണ്. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന അതിൻ്റെ ഒരു ബേസിക്കാണ്, അല്ലെങ്കിൽ പ്രൈമറി തലാണത്. അതായത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ഊർജം കൈമാറാൻ സാധ്യതയുണ്ട്, അത് അവൈലബിളാണ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നത് വളരെ എല്ലാവർക്കും പ്രഥമ ദൃഷ്ട്യാ സ്ഥിരീകരിക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ജമാഅത്തിൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഒത്തുചേരലിൻ്റെ സ്വഭാവം എന്താണ്? നാം സൊഫ് ചേർന്ന് നിൽക്കുന്നു, എല്ലാവരും ഒരേ ദിശയിൽ നിൽക്കുന്നു, എല്ലാവരും ഒരേ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. ഏത് ഭാഷക്കാരനാണെങ്കിലും ജമാഅത്തിന് വേണ്ടി നാം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ലാംഗ്വേജ്, എല്ലാവരും ഒരു ദിശയിൽ, എല്ലാവരുടെയും സ്രഷ്ടാവ് ഒന്ന്, എല്ലാവർക്കും നേതാവ് ഒന്ന്, എല്ലാവരുടെയും ഭരണഘടന ഒന്ന്. ഈ ഒരു ഐക്യബോധത്തോടെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളിലുണ്ടാകുന്ന ഒരു ഉന്മേഷവും ഒരു ഉന്മാദവും അതൊന്ന് വേറെ തന്നെയാണ്. അതൊരു മനുഷ്യനിൽ ഉണ്ടാക്കി തീർക്കുന്ന മാറ്റം വളരെ വലുതാണ്. ഇത് സയൻസ് കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആത്മീയത കൊണ്ടും ജീവിതാനുഭവം കൊണ്ടും സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന വലിയൊരു സത്യമാണ്. ജമാഅത്തിൻ്റെ പേരിൽ നാം ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മുടെ ചിന്തയിൽ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരാൻ വേണ്ടി മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ്? മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രാതിനിധ്യം നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ, മനുഷ്യനെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫത്തൻ, ഈ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധി. അള്ളാഹുവിൻ്റെ ദൗത്യം എന്താണ്? അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ മഹത്വങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായി നാം പറയുന്ന വാക്ക്, മഹത്വം എന്താണ്? റഹ്മാൻ റഹീം എന്നതാണ്. കൈൻഡ്നസ്, ദയ, കാരുണ്യം. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ റഹ്മത്താണ് അള്ളാഹുവിൻ്റെ പ്രാതിനിധ്യത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അൽ ഹദീസുൽ മുസൽസലത്തു ബിൽ അവലിയ എന്ന പേരിൽ പ്രശസ്തമായ ഹദീസിൽ നാം പഠിച്ചത് കാണാം, അർറാഹിമൂന ഇർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ. ഈ ഹദീസിൻ്റെ പേര് തന്നെ അൽ ഹദീസുൽ മുസൽസലത്തു ബിൽ അവലിയ. ഒരു ഗുരുനാഥൻ ആദ്യമായി തൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് എന്ന പേരിൽ പ്രശസ്തമായ ഹദീസാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയിൽ നിന്ന് എനിക്ക് ഈ ഹദീസ് ഉസ്താദിനെ ആദ്യമായി അറിവ് പഠിക്കാൻ വേണ്ടി ചെന്ന് കാണുന്ന സമയത്ത് എനിക്ക് ലഭിച്ചത്, അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ആ പരമ്പര എണ്ണിയാൽ 42ാമത്തെ ഉസ്താദിനെ എണ്ണുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇതേ ഹദീസ് ലഭിക്കുന്നു. ഈ ഹദീസിൽ മർമ്മപ്രധാനമായി പരാമർശിക്കുന്നത് ഇർഹമു മൻ ഫിൽ അർള്, ഈ ഭൂമിയിലുള്ള എല്ലാവരും. ഭൂമിയിലുള്ള എന്ന് പറയുമ്പോൾ ഭൂഖണ്ഡങ്ങൾ മാനദണ്ഡമല്ല, ഭൂഖണ്ഡങ്ങൾ മറികടന്ന് എല്ലാവർക്കും നിങ്ങൾ കരുണ ചെയ്യണമെന്നാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ എല്ലാവർക്കും കരുണ ചെയ്യാൻ പറ്റുക? ഇന്നത്തതുപോലെ ഗ്ലോബലൈസേഷൻ ഇല്ലല്ലോ അന്ന്. ഈ ആയത്തിറങ്ങി ഈ മാർഗനിർദ്ദേശം നൽകുന്ന അന്ന് ഗ്ലോബലൈസേഷൻ ഇല്ല ഇങ്ങനെ. പക്ഷെ അന്ന് നിർദ്ദേശിക്കുന്നു ഇർഹമു മൻ ഫിൽ അർള്, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗ്ലോബലിലുള്ള എല്ലാവർക്കും നിങ്ങൾ കരുണ ചെയ്യണം എന്ന് യാതൊരു ശങ്കക്കിടമില്ലാത്ത പദപ്രയോഗത്തിലൂടെ പറയുന്നു. ഇങ്ങനെ ഒരു മനുഷ്യന് സാധ്യമാകുന്നത് എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ആ വിജ്ഞാന ശാഖയുടെ വക്താക്കൾ പഠിപ്പിക്കുന്നത് കാണാം. ഈ ഭൂമിയിലെ ഒരു ഭാഗത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്ന സമയത്ത് എനർജി ബേസ്ഡ് ആയിട്ട് ആ മനുഷ്യൻ ഈ ഗ്ലോബിലെ മറ്റേതൊരു മനുഷ്യനുമായി കണക്റ്റഡ് ആകുന്നു. ഒരു മനുഷ്യനിൽ സത്യസന്ധതയുണ്ടെങ്കിൽ, ഒരു മനുഷ്യനിൽ കൈൻഡ്നസ് ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യനിൽ അത്തരം മൂല്യങ്ങളുണ്ടെങ്കിൽ
അവൻ ഈ ഗ്ലോബിലുള്ള മറ്റേതൊരു മനുഷ്യനുമായി കണക്ട് ചെയ്യാൻ ശേഷിയുള്ളവനാണ് എന്നവർ തെളിയിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ സ്ഥിരീകരിക്കപ്പെട്ടൊരു സത്യവുമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നൊന്ന് മനസ്സിലാക്കി നോക്ക്. ഒരു ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ഗ്ലോബലി കണക്റ്റഡ് ആവാൻ പോവുകയാണ്. കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഗ്ലോബിൻ്റെ എല്ലാ ഭാഗത്തെ മനുഷ്യരുടെ ഒരു ലെയറിൽ അവനും ഒരു ഡോട്ടായി വരികയാണ്. അള്ളാഹു ഈ പ്രപഞ്ചത്തിന് കരുണ ചെയ്യുന്നതിനൊരു മാനദണ്ഡമുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ നന്മക്കനുസരിച്ച് പ്രപഞ്ചത്തിൽ അള്ളാഹു നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുകയും മോശമായ മനുഷ്യനിലെ പ്രവണതകൾക്കനുസരിച്ച് ദുരന്തങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്നത് കാണാം. ചില മുഫസ്സിരിങ്ങളൊക്കെ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചത്, ഇങ്ങനെ ചേർത്ത് വെച്ചത് കാണാം. ഈ ഭൂമിയിൽ വൃക്ഷങ്ങളിൽ കയ്പ് രുചി നേരത്തെ ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ മുള്ളുള്ള സ്വഭാവം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു മൃഗങ്ങൾക്ക് മറ്റു മൃഗങ്ങളെ ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. കാബീല് ഹാബീലിനെ കൊന്ന ആ നിമിഷമാണ്, അതിനുശേഷമാണ് ഈ ചേഞ്ച് വരുത്തിയത് എന്ന് വരെ ചില മുഫസ്സിറുകൾ പ്രമാണങ്ങൾക്ക് ബദ്ധമായിട്ടായിരിക്കാം അങ്ങനെ രേഖപ്പെടുത്തിയത് കാണാം. ഏതായാലും ഒരാശയം സത്യമാണ്. മനുഷ്യൻ ഒന്നിച്ച് നന്മ ചെയ്യുമ്പോൾ, ഒരു ഗാദറിങ്, ജമാഅത്തായിട്ട് നന്മകൾ ചെയ്യുന്ന സമയത്ത് അത് ഈ ഗ്ലോബിലെ എല്ലാ മനുഷ്യർക്കും കരുണ കിട്ടാൻ കാരണമാകുന്നു. മുസ്ലിമായ മനുഷ്യന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന, ഈ ഗ്ലോബിൽ ജീവിക്കുന്ന എല്ലാ മതസ്ഥർക്കും കാരുണ്യം കിട്ടണമെന്ന് ചിന്തിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. കാരണം എന്താണ്? അവൻ വിശ്വസിക്കുന്ന അള്ളാഹു ഈ ലോകത്തെ എല്ലാ മത വിഭാഗത്തിൻ്റെയും എല്ലാ ജനങ്ങളെയും സൃഷ്ടിച്ചവനാണ് എന്നാണ് അള്ളാഹുവിനെ പറ്റി മുസ്ലിം വിശ്വസിക്കുന്നത്. എൻ്റെ റബ്ബ് സൃഷ്ടിച്ച മറ്റു മതസ്ഥനായ, മറ്റു ചിന്താഗതിയുള്ള ഒരാൾക്ക് ഞാൻ മുഖേന കരുണ കിട്ടുമെന്ന് വിശ്വസിക്കുന്നതിന് പ്രയാസമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ എല്ലാവരുടെയും കാരുണ്യത്തിൻ്റെ കാരണക്കാരനാകുന്നതിൻ്റെ ഒരു രൂപമാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യാൻ, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യാൻ ഞാൻ കാരണക്കാരനാവാൻ പോവുകയാണ്. ഈ ധാരണയോടുകൂടെ ജമാഅത്തിന് വേണ്ടി ഇറങ്ങുന്നൊരു മനുഷ്യൻ, അവന് ഏതൊരു നാട്ടിലാണോ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ജമാഅത്ത്, ആ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നതാണ് അതിൻ്റെ പൊതുവിലുള്ള ഏറ്റവും മഹത്വമുള്ള മുൻനിരാരൂപം. ഈ ജമാഅത്തിന് വേണ്ടി പങ്കെടുക്കുന്ന സമയം അത് നമ്മുടെ മനസ്സിന് നൽകുന്ന ഉന്മേഷം ഒന്ന് വേറെയാണ്. അതുപോലെ ഒരു മനുഷ്യന് ഭൗതികമായി വിലയിരുത്തിയാൽ, ഒരു ബിസിനസ്സുകാരൻ, ആ ബിസിനസ്സുകാരൻ എപ്പോഴും ജമാഅത്തിന് പങ്കെടുക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള റേറ്റ്, അത് ഏത് മതവിഭാഗത്തിനിടയിലാണെങ്കിലും അദ്ദേഹത്തിന് ഒരു പോസിറ്റീവായ ഒരു നിലവാരം നൽകപ്പെടുന്നത് കാണാം. ഇനി ഒരു ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗം നിർവഹിക്കുന്ന ഒരാളാണ്, അദ്ദേഹം കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, ഏത് സമൂഹവും അദ്ദേഹത്തിന് നല്ല, അതായത് പങ്ക്ച്വാലിറ്റി അദ്ദേഹത്തിൽ കോമൺലി ഉണ്ടായിരിക്കും. പൊതുവായി അദ്ദേഹത്തിന് കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കും. അങ്ങനെ കൃത്യനിഷ്ഠയുള്ള ഒരു മനുഷ്യൻ്റെ ഏത് സംവിധാനവും, ജോലി അത് സ്ഥിരപ്പെട്ടിരിക്കും, ബിസിനസ് അത് പുരോഗമിച്ചിരിക്കും. കാരണം ആറ്റമിക് ഹാബിറ്റ് എന്നൊരു പുസ്തകം കാണാം. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണത്. ആറ്റമിക് ഹാബിറ്റ് സമർത്ഥിക്കുന്നത് എന്താണ്? വലിയ നേട്ടങ്ങൾ നേടുന്ന മനുഷ്യർ, അവരുടെ വലിയ നേട്ടങ്ങൾ നേടാൻ അവർ ഉപയോഗപ്പെടുത്തേണ്ടത് ആറ്റമിക് ഹാബിറ്റ് ആണ്. അഥവാ ചെറിയ ഹാബിറ്റുകളിലൂടെയാണ് വലിയ നേട്ടങ്ങളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടേണ്ടത്. ഈ ഒരു തത്വം വെച്ച് നോക്കുമ്പോഴും ജമാഅത്തായിട്ട് നിസ്കാരത്തിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന സ്വഭാവമുള്ളൊരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏത് ജീവിതവൃത്തിയാണോ ആ ജീവിതവൃത്തിയെല്ലാം പുരോഗമിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ നിലവാരം അവൻ അറിയാതെ ഉന്നതങ്ങളിലേക്കെത്താൻ കാരണമാവുകയും ചെയ്യും. ഇസ്ലാമിലെ എല്ലാ ആരാധനകൾക്കും പൊതുവിലൊരു സ്വഭാവം കാണാം. ആത്മീയമായി അവന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഭൗതികമായും അവൻ്റെ ജീവിതത്തിൽ ഏറെ പുരോഗതി ഉണ്ടാക്കുന്നതാണ് എല്ലാ ആരാധനകളും. നോമ്പിനെക്കുറിച്ച്
ഞാൻ പരാമർശിക്കുമ്പോൾ ആ ഭാഗം ഇന്നലെ പരാമർശിക്കാതിരിക്കാനുണ്ടായ കാരണം എല്ലാവരും വ്യാപകമായി പറയുന്നതാണത്. കാരണം നോമ്പ് ആരോഗ്യത്തിൽ ഒരു മനുഷ്യനുണ്ടാക്കുന്ന നേട്ടങ്ങൾ സവിസ്തരം ധാരാളം പ്രതിപാദിക്കപ്പെട്ടതും പഠനങ്ങൾ നടന്നതുമാണ്. അതുകൊണ്ട് അത് പരാമർശിക്കാൻ പ്രത്യേക ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിസ്കാരവും അങ്ങനെ തന്നെയാണ്. നിസ്കാരം ഒരു മനുഷ്യനിൽ ആരോഗ്യത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കും എന്ന് പറയാൻ ഏറെ പരാമർശങ്ങൾ ആവശ്യമില്ല. ഇപ്പം പ്രായമുള്ളവർ പൊതുവെ പലരും പ്രായമായാൽ അവർ പ്രായമല്ലേ, അതുകൊണ്ട് ഊരവേദന, അതുകൊണ്ട് കാലുവേദന, ഇത് പറയുന്നവരുണ്ട്. സത്യത്തിൽ ഊരവേദനയായാലും കാലുവേദനയായാലും അത്തരം ശാരീരിക അവശതകൾ, ഈ ശാരീരിക അവശതകളൊന്നും ഒരു മനുഷ്യന് പ്രകൃതിയ ഉണ്ടാകുന്നതല്ല, അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. ജനിച്ചു വീഴുന്ന അന്ന്, അതായത് കുഞ്ഞുനാളിൽ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ആ ശൈശവ കാലഘട്ടങ്ങളിൽ ചലിപ്പിക്കാൻ പറ്റിയതുപോലെ മനുഷ്യൻ്റെ ജീവിതാന്ത്യം വരെ ശരീരഭാഗങ്ങൾ ചലിപ്പിക്കാൻ പറ്റും. എങ്ങനെയാണ് ചലിപ്പിക്കാൻ പറ്റാതായി മാറുന്നത്? കുറേ കാലം ഒരു ഭാഗം ചലിപ്പിക്കാതിരിക്കുമ്പോൾ അത് ചലിക്കാതാവുകയാണ്. എല്ലാ ശരീരഭാഗങ്ങളും അങ്ങനെയാണ്. കുറേ കാലമായി അദ്ദേഹം കാരണം ഇപ്പം പെൻഷനായതിനു ശേഷം ഇരുത്തമാണ്, നടത്തം കുറവാണ്. സ്ഥിരമായി ഇരുത്തമായാൽ സ്വാഭാവികമായും ആ ജംഗ്ഷനുകളിൽ ബ്ലോക്ക് വരാം. ഇങ്ങനെ നിരന്തരം ഉപയോഗശൂന്യമാകുന്നതിലൂടെയാണ് ശരീരാവയവങ്ങൾ പലയിടത്തും പ്രശ്നങ്ങളുണ്ടാകുന്നത്. നിസ്കരിക്കുന്ന സമയത്ത് കൃത്യമായി നിസ്കാര ശീലമുള്ളൊരു മനുഷ്യനാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരം അവശതകളുടെ അളവ് കുറയുന്നത് കാണാം. ഇതിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് ജമാഅത്തായിട്ടുള്ള നിസ്കാരം. കാരണം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും കൃത്യനിഷ്ഠ പാലിക്കാൻ നിർബന്ധിതനാകും. ഒരു ദിവസം വളരെ പ്രായമുള്ള ഒരാൾ, എപ്പോഴും ജമാഅത്ത് കൃത്യമായി നിർവഹിക്കുന്ന ഒരാളോട് വെറുതെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ ചോദിച്ചു, നിങ്ങൾ ഈ ജമാഅത്തിന് ഇത്ര നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടി മരിച്ച ഒരു സദസ്സ്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നും പോയും കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലും ജമാഅത്തിൻ്റെ സമയമായപ്പോൾ അദ്ദേഹം പബ്ലിക്കിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി നാട്ടിലെ പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ ചോദിച്ചതാണ്, ഇങ്ങനെ കാർക്കശ്യം പുലർത്തേണ്ട കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഒന്ന്, നിസ്കാരത്തിൽ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ സുജൂദിൽ അല്ലെങ്കിൽ റുക്കൂയിൽ 3 ചെല്ലുന്ന ദിക്ർ ചിലപ്പോൾ 1 ആകും. അല്ലെങ്കിൽ ഇപ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്നത് ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ഫാസ്റ്റായിട്ട് ചൊല്ലും. അതിന് ഉദാഹരണമാണ് സുന്നത്ത് നിസ്കാരങ്ങൾ. ഫർള് നിസ്കാരങ്ങളിൽ അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് തശഹുദിന് പുറമെ സ്വലാത്തും അതിനുശേഷം ദുആവും ചൊല്ലിയ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ പലരും അത് ചൊല്ലാതിരിക്കുന്നത് കാണാം. ഇതുപോലെ അദ്ദേഹം പറഞ്ഞു, നിസ്കാരത്തിലെ ദിക്റുകൾ ചുരുങ്ങുന്നതിന് തടസ്സമാക്കാം, അതല്ല അതിന് പരിഹാരമായിട്ട് ജമാഅത്ത് ഉപയോഗപ്പെടുത്താം. മറ്റൊന്ന്, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായി അത് ആസ്വദിച്ച് അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ അപൂർണതയിലേക്ക് പോകുന്നത് കാണാം. അത് ഇമാമും ശ്രദ്ധിക്കും. സ്വാഭാവികമായും ഒന്നിച്ച് നിസ്കരിക്കുന്ന സമയത്ത് ഇമാമും ഒന്ന് സൂക്ഷിക്കും. അപ്പോൾ മുഅ്മിനീങ്ങൾ ഒറ്റയ്ക്ക് പിന്നെ വെറുതെ ഇരിക്കൂലല്ലോ. ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ നിസ്കാരത്തിന് ഒരുപാട് മടങ്ങ് മൂല്യം നൽകാൻ, ജീവിതത്തിൽ ഏറെ പുരോഗതികൾ സൃഷ്ടിക്കാൻ എന്ന് മാത്രമല്ല, ആത്മീയമായി നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ധാരാളം മനുഷ്യരുണ്ടാകും, നല്ല മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ. നമുക്കറിയില്ല ആരാണ് മൂല്യമുള്ളവർ. ഒരു ദിവസം ഞാൻ സേവനം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, കുറച്ച് പ്രായമുള്ള ആളാണ്, അവരെന്നോട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു, ഉസ്താദ് താസിയത്തിന് വീണ്ടും വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. അതിന് താസിയത്തിന് ചെന്ന ദിവസം അദ്ദേഹം, ആ സഹോദരി പറഞ്ഞു, എനിക്ക് ഭർത്താവ് മരണപ്പെട്ടപ്പോഴാണ് വല്ലാത്തൊരു ശൂന്യത ഞാൻ അനുഭവപ്പെടുന്നത്. കാരണം അദ്ദേഹം പഴയ ചാക്ക് പലയിടത്തുനിന്ന് വാങ്ങി, ഷോപ്പുകളിൽ നിന്നെല്ലാം വാങ്ങി വിറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനൊരു മകനുണ്ട്, ചെറുപ്പക്കാരനാണ്. ഈ മകൻ്റെ ഒരു പ്രവണത വല്ലപ്പോഴുമൊക്കെ വല്ല വസ്തുക്കളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന്, ഹോൾസെയിൽ വാങ്ങിക്കൊണ്ടുവന്ന് റീറ്റെയിലായി റോഡ് സൈഡിലും മറ്റുമൊക്കെ വാങ്ങി വിൽക്കും. ചിലപ്പോഴൊക്കെ മീൻ വിൽക്കും, ചിലപ്പോൾ മറ്റു വസ്തുക്കൾ വിൽക്കും. ഇങ്ങനെ വിൽക്കുന്ന പ്രവണതയുള്ള ഈ മകൻ പലപ്പോഴും പലരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടാണ് ഈ വിൽക്കാനുള്ള ഹോൾസെയിൽ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങുക. അങ്ങനെ വാങ്ങി വിറ്റാൽ ചിലപ്പോഴൊക്കെ ക്യാഷ് കിട്ടും, ചിലപ്പോൾ കിട്ടൂല. കിട്ടിയാൽ അവനത് പുട്ടടിക്കും, കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ. രണ്ടായാലും ഈ ബാപ്പ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചു വന്ന ക്യാഷിൽ നിന്ന് വേണം
ഇവൻ വാങ്ങിയ കടവും കൂടി പലപ്പോഴും വീട്ടാൻ. എന്നാൽ ഒരിക്കലും ഞങ്ങളോട് അസന്തുഷ്ടി ഉണ്ടാക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു പദപ്രയോഗം പോലും കാണിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരു ചെറിയ ഒരു ചെറ്റക്കുടിലായിരുന്നു താമസിക്കുന്നത്. ഈ നാട്ടുകാർ, പരിസരത്തുള്ളവരൊക്കെ സമ്പന്നരാണ്. അവരുടെ വിഷമം കാരണം അവർ ഒരു വീടുണ്ടാക്കി. ആ വീടുണ്ടാക്കിയ വീട്ടിലേക്ക് മാറാൻ ഇങ്ങനെ ഏകദേശം ആയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വീട്ടിലേക്കില്ല, നിങ്ങൾ എനിക്ക് ശേഷം ആ വീട്ടിൽ താമസിച്ചോളൂ. ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? അദ്ദേഹം മൗനമായി വശ്യമായി ഒന്ന് ചിരിച്ചു. വീണ്ടും മറ്റൊരു സമയത്ത് കൂടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ ഒരു പുരയിടം ഇത് വളരെ പവിത്രമാണ്. ഇവിടെ ഒരാളുടെയും പരിശുദ്ധമല്ലാത്തൊരു രൂപയുമില്ല. സംതൃപ്തമായത് മാത്രമേ ഇവിടെയുള്ളൂ. അതിൻ്റെ സുഖം നിങ്ങൾക്ക് എന്നും ഉണ്ടാകും. ഈ ഭാര്യ പറഞ്ഞു, ആ വീട്ടിലുള്ള സുഖം ഞങ്ങളിപ്പോൾ മരിച്ചതിന് ശേഷം, മരിച്ച അന്നോ അല്ലെങ്കിൽ തേസിയത്തിൻ്റെ അന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അവർ ഈ നല്ല വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അവർ പറഞ്ഞു, ഈ വീട്ടിലൊരു സുഖവുമില്ല. ഞാനിങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിച്ചു, എന്താണ് അദ്ദേഹത്തിൻ്റെ നേട്ടം, എന്താണ് അദ്ദേഹത്തിൻ്റെ ഗുണം, എന്താണ് അദ്ദേഹത്തിൻ്റെ ഗുണം? അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് ആ നാട്ടിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരാൾക്ക് പോലും ആവശ്യമില്ലാത്തൊരു വാക്ക് പറയുന്നത് കേട്ടത് ഓർമ്മയില്ല. ഈ മകൻ്റെ ഇത്തരം ജീവിതത്തിനിടയിൽ പോലും മകനെ ദുഷിച്ചൊരു വാക്ക് പറഞ്ഞത്. ഭാര്യ പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ച് ഇത്രയും കാലം ജീവിച്ചിട്ട് ഒരു തവണ പോലും എന്നെ വിഷമിപ്പിച്ചൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. മനുഷ്യന്മാരുടെ മൂല്യം നമുക്കറിയില്ല. അത്തരം മൂല്യമുള്ള ധാരാളം മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. പ്രത്യക്ഷത്തിൽ, രൂപത്തിലും, ഭാവത്തിലും, വസ്ത്രത്തിലും, നിറത്തിലുമൊക്കെ നമുക്ക് മാർക്കിടാൻ കൊള്ളാത്ത പലരും ഉണ്ടാകാം. അവരെല്ലാം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞ അതേ ദിശയിലേക്ക് തിരിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മിലേക്ക് പാസ് ചെയ്യുന്ന എനർജി, അത് വളരെ വലിയ പോസിറ്റീവ് എനർജിയാണ്. ഈ എനർജി തരുന്ന മാറ്റം വളരെ വലുതാണ്. അത് ആർക്കൊക്കെ പാസ് ചെയ്യും? ഒന്ന് നമുക്ക്, മറ്റൊന്ന് ഈ നാടിന്. അതായത് ഒരു പുരുഷൻ ഒരു ജമാഅത്തിന് പങ്കെടുക്കുമ്പോൾ ആ പുരുഷന് മാത്രമല്ല, ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല അതിൻ്റെ നേട്ടം, ആ നാട്ടിലെ സർവ്വവിഭാഗ ജനങ്ങൾക്കുമാണ് അതിൻ്റെ മാറ്റം. ഭൗതികമായി പറയുകയാണെങ്കിൽ ഈ ചിട്ടയുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണെന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലെ മറ്റ് 4 ബിസിനസ്സുകാരുടെ കൂടെ അദ്ദേഹം ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. മറ്റുള്ളവർ അനാവശ്യം പറയുമ്പോൾ അദ്ദേഹത്തിന് അനാവശ്യം പറയാൻ തോന്നൂല. അങ്ങനെയാകുമ്പോൾ 1, 2, 3 തവണ ഒന്നിച്ചിരിക്കുമ്പോഴേക്ക് ഈ സൗഹൃദ വലയത്തിലുള്ളവരും അറിയാതെ പറയും, ഇപ്പോൾ പറയണ്ട, അദ്ദേഹമുണ്ട്. അങ്ങനെ കൂടെ ഇരിക്കുന്നവരും കൂടെ പോസിറ്റീവ് സൈഡിലേക്ക്, ഗുണകരമായ വശത്തേക്ക് മാറാൻ ഈ ഒരാൾ മതിയാകും. വീട്ടിലും അദ്ദേഹം, ഈ ജമാഅത്തിന് പങ്കെടുത്തൊരു മനുഷ്യൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് കയറുന്നൊരു സമയം, ആ വീട്ടിൽ അദ്ദേഹം മുഖേന സ്പ്രെഡാകാൻ പോകുന്ന പീസ്ഫുള്ളായിട്ടുള്ള, സമാധാനപൂർണമായിട്ടുള്ള ഒരു തരംഗം, അതൊന്ന് വേറെ തന്നെയാണ്. ഇങ്ങനെ എല്ലായിടങ്ങളിലും ഒരു നാടിനെ സ്വാധീനിക്കാൻ മതിയായതാണ് ഒരു പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത്. അതിന് മതം എന്നൊന്നുമില്ല. എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഇതിൻ്റെ ഗുണം, ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്, പോസിറ്റീവ്ലിയുള്ള ചേഞ്ച് എല്ലാവരിലേക്കും പകരാൻ കാരണമാകുന്നതാണ് ഭൗതികമായി ഇതിൻ്റെ നിലവാരം. ആത്മീയമായി ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹുവിൻ്റെ വക്താവാണ് ഞാനെന്ന് ചിന്തിക്കാൻ ഏറ്റവും കൂടുതൽ അവനെ സഹായിക്കുന്നതാണ് ഈ ജമാഅത്തായിട്ടുള്ള നൃത്തം. ഇമാമിൻ്റെ കൂടെ, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ പങ്കെടുക്കുന്ന നമുക്കറിയാം, നല്ല ഈണമുള്ള ഖിറാഅത്ത്, നല്ല ശ്രദ്ധേയമായ ശാന്തത, അങ്ങനെ എല്ലാം കൊണ്ടും ധന്യമായ ഒത്തുചേരൽ. പള്ളികളിൽ എവിടെയും അങ്ങനെയാണ്. കഅബയിലേക്ക് തിരിയുന്നു, കഅബയിലേക്ക് തിരിയുന്നു, എല്ലാവരും ഒരേ ലാംഗ്വേജ്, എല്ലാവരും ഒരേ ലൈൻ. ഏത് കോടീശ്വരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഒരേ ലൈൻ, ആരോഗ്യമുള്ളവനാണെങ്കിലും രോഗിയാണെങ്കിലും ഒരേ ലൈൻ. ആ ലൈൻ പാലിച്ച് ഒരു ദിശയിലേക്ക് തിരിഞ്ഞ് എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന ബോധ്യത്തിൻ്റെ പേരിൽ ആ വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഉച്ചരിക്കുന്ന സമയത്ത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹീതമായ പ്രണയലോകമാണത്. ഒരു പ്രണയലോകമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തികഞ്ഞ ഒരു സ്രഷ്ടാവ്, തികഞ്ഞവനായ ഒരു സ്രഷ്ടാവ്. ആ തികഞ്ഞ സ്രഷ്ടാവ് അവൻ പരിപൂർണൻ.
അവൻ്റെ നടത്തിപ്പിൻ്റെ രീതി വളരെയേറെ പരിപൂർണം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിറത്തിൽ വ്യത്യാസമുള്ള മനുഷ്യരാണെങ്കിലും, അതുപോലെ സാമ്പത്തിക ശേഷിയിൽ വ്യത്യസ്തരാണെങ്കിലും, അതുപോലെ മറ്റു പല വിഷയങ്ങളിലും വ്യത്യസ്തരാണെങ്കിലും, ഈ മനുഷ്യരുടെ എല്ലാം റബ്ബ് ഒന്നാണ്. മനുഷ്യരെ വ്യത്യസ്തനായി പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ലോകത്തോട് വളരെയേറെ വലിയ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ഇവിടെ അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ആ അധികാരത്തിൻ്റെ പേരിൽ അള്ളാഹു പവിത്രതയുള്ളവനാണ്. ബിയദിഹിൽ മുൽക്ക് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. ഇവിടെ മരണവും ജീവിതവും പടച്ചവൻ. അതിനു പുറമെ അള്ളാഹു പറഞ്ഞു, ആകാശം, ആ ആകാശം നാം നമ്മുടെ പവർ കൊണ്ട് പടച്ചതാണ്. ആ ആകാശത്തിന് നാം ഇങ്ങനെ വിശാലത നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വൽ അർള ഫറശ്നാഹ, ഭൂമി അത് നമ്മൾ ഭൂമിയെക്കുറിച്ച് പഠിച്ച മനുഷ്യന്മാരെല്ലാം പറയുന്നു ഭൂമി ഗ്ലോബാണ്, ഉരുണ്ട് കിടക്കുന്നു. പക്ഷേ വൽ അർള ഫറശ്നാഹ, നിങ്ങൾക്ക് നമ്മളതിനെ വിരിപ്പാക്കി തന്നിരിക്കുന്നു. വൈന്നാലം അർള ഫറശ്നാഹ ഫനിഅമൽ മാഹിദൂൻ. അതേ സമയത്ത് നിങ്ങൾക്കത് തൊട്ടിൽ കണക്കെ ആക്കി തന്നിരിക്കുന്നു. തൊട്ടിലിൻ്റെ സവിശേഷത എന്താ? തൊട്ടിലിൻ്റെ ആ അർത്ഥം ഉൾക്കൊള്ളണമെങ്കിൽ തൊട്ടിൽ ആടണം. പക്ഷെ ആടിയാൽ ബുദ്ധിമുട്ടാണോ? ആടിയാൽ ആനന്ദമാണ്. കുട്ടി ഉറങ്ങാൻ തൊട്ടിലാടണം. ഭൂമി ചലിക്കുന്നു, പക്ഷെ ചലിക്കുന്നത് കൊണ്ട് നമുക്കിരിക്കാൻ പ്രയാസമുണ്ടോ? നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടായോ? ഇല്ല. അപ്പോൾ വൽ അർള ഫറശ്നാഹ, ഭൂമിയെ ഗ്ലോബായിരിക്കെ തന്നെ നിങ്ങൾക്ക് വിരിച്ചു തന്നു നമ്മൾ. ഫനിഅമൽ മാഹിദൂൻ, അപ്പോൾ തന്നെ അത് തൊട്ടിലുമാണ്. ഇങ്ങനെയൊക്കെ ആക്കിത്തന്ന നിങ്ങളോട് പറയാനുള്ളത് ഫഫിറു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വക്താവാകാൻ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ വക്താവാകാൻ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ വക്താവ് ആകാതിരുന്നാൽ നിങ്ങൾ ആരുടെയെങ്കിലും വക്താവായിരിക്കും. മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ് അജബ്. അജബിൻ്റെ പിന്നിൽ മനുഷ്യൻ വഴങ്ങും, മനുഷ്യൻ അഡാപ്റ്റഡ് ആകും ഒരു അജബ് കാണുമ്പോൾ. അതുകൊണ്ടാണ് മനുഷ്യൻ പലതരം ജീവികളെ ആരാധിക്കുന്നു, പലതരം വസ്തുക്കളെ ആരാധിക്കുന്നു. തടാകങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരെ കാണാം. വെള്ളം കിട്ടാത്ത ഇടത്ത് തടാകമുണ്ടായാൽ ഭയങ്കര കൗതുകമാണ്. ആ തടാകത്തെ ആരാധിക്കുന്ന മനുഷ്യൻ. കൗതുകത്തിന് മനുഷ്യൻ വിധേയപ്പെടേണ്ടി വരും. ആ കൗതുകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ അറിഞ്ഞ് സൃഷ്ടാവിൻ്റെ ആളായിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പല സൃഷ്ടികളുടെയും ആരാധകരായി മാറിയേക്കാം. അതുകൊണ്ട് ഫഫിറു ഇലല്ലാ, ഈ അള്ളാഹുവിലേക്ക് അണയാനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് നാം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയം. ഒറ്റക്കൊരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് തിരിയുന്നതിനേക്കാൾ എത്രയോ പവിത്രതയുള്ളതാണ്, എത്രയോ പവർഫുള്ളാണ് ഒരു ജംആയി അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ. ഒരു കൂട്ടമായി അള്ളാഹുവിലേക്ക് തിരിയുന്നൊരു മനുഷ്യൻ ആ സമയം അവൻ നേടിയെടുക്കുന്നത് വലിയ ഒരു സ്പ്രെഡിങ് എനർജിയാണ്. ഈ സ്പ്രെഡിങ് എനർജി ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ തഅദ്ദി എന്ന് പറയും. അഥവാ ഞാൻ ഖുർആൻ ഓതുന്നു, ഞാൻ ദിക്ർ ചൊല്ലുന്നു, ഞാൻ നല്ലത് ചിന്തിക്കുന്നു, അതുപോരാ ഒരു മനുഷ്യനിൽ നിന്നത് സ്പ്രെഡാകണം. സ്പ്രെഡായാലേ മനുഷ്യൻ്റെ ദൗത്യം പൂർണ്ണമാകുന്നുള്ളൂ. സ്പ്രെഡാകാൻ ഏറ്റവും നല്ല പ്രവണത എന്താ? നിങ്ങൾ വിളിച്ചു കൂവൊന്നും വേണ്ട. നന്മയുള്ളവർ നന്മയുള്ള ആ മനസ്സോടെ ഒന്നിച്ച് ജീവിക്കൂ, ഒന്നിച്ച് ഇടപഴകുമ്പോൾ നിങ്ങളിൽ നിന്ന് പരസ്പരം ഈ നന്മ സ്പ്രെഡാകും. ഇതാണ് ഏറ്റവും നല്ല തിയറി. അല്ലാതെ ഞാൻ ഈ ഇരിക്കുന്നവരോട് പറയുന്നു നിങ്ങളൊക്കെ നന്നാകണം എന്ന് പറഞ്ഞാൽ അതെത്ര വഷളാണ്. ഞാൻ നിങ്ങളോട് നന്നാകണം എന്ന് പറയുമ്പോൾ പറയാതെ ഞാൻ പറയുകയാണ് ഞാൻ നല്ലവരാണ്, ആ നന്മ നിങ്ങളിലില്ല എന്ന് ഞാൻ പറയുന്നു. ഇസ്ലാമിൻ്റെ ദഅവത്തിൻ്റെ ശൈലി എന്താണ്? അദ്ദഅവത്തു താമ്മ എന്ന് വിളിക്കുന്ന വാങ്കുപയോഗിച്ച ശൈലി എന്താ? ഇഷ്ഹദു അന്ന അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നല്ല, നിങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിനെ ആരാധിക്കൂ എന്നല്ല പ്രഖ്യാപിക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്. ഈ സ്റ്റൈലാണ് ജമാഅത്തിന് നാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നടപ്പിലാക്കുന്ന ഓരോ സമയവും നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ വക്താവാകുന്നു. ഇനി ഒരു കാര്യം കൂടെ അതിൽ മനസ്സിലാക്കണം, ആസ്വദിക്കണം. ആസ്വാദനം ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ്.
ഇപ്പം ലാംഗ്വേജ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രഭാഷണത്തിൽ ഈ സംസാരത്തിൻ്റെ ഒരു ഇത് അപ്ലോഡ് ചെയ്തപ്പോൾ ഏതൊരു സഹോദരൻ ഒരു കമൻ്റ് ഇട്ടു. ആ കമൻ്റ് ഇങ്ങനെയാണ്: ഈ വയല് ശൈലിയൊക്കെ മാറ്റി ഇതിലേക്ക് മാറിയത് വലിയ ഉചിതമായി. അതായത് വയല് ശൈലി ഒരു അനൗചിത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. അതൊരു അജ്ഞതയാണ്. ഭാഷ അത് വികസിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഭാഷ എന്തിനുള്ളതാണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയയാണ്. ഇതേക്കുറിച്ച് പഠിപ്പിക്കുന്ന പൊളിറ്റിക്സ് പഠനങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യന് ആദ്യം ഈ ലാംഗ്വേജ് ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അതിനവർ തെളിവായി പറയുന്നു. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ പോലും സംസാരത്തിൻ്റെ കൂടെ എൻ്റെ കൈ ചലിച്ചുകൊണ്ടിരിക്കുന്നു, കൈകൊണ്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെയോ മിനിയാന്നോ ഇവിടെ ഭിന്നശേഷിക്കാരായ ആൾക്കാരൊരു സംഗമം നടന്നു. അതിൽ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ മറ്റൊരു പണ്ഡിതൻ അത് വിവർത്തനം ചെയ്യുന്നുണ്ടായിരുന്നു ആംഗ്യഭാഷ കൊണ്ട്, സൈൻ ലാംഗ്വേജ് കൊണ്ട്. മനുഷ്യൻ അങ്ങനെ ഒരു ലാംഗ്വേജ് ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഒരു വിഭാഗം സമർത്ഥിക്കുന്നത് കാണാം, ആദ്യം മനുഷ്യൻ ഈ ഭാഷയുടെ മുമ്പ് അങ്ങനെ ഒരു ലാംഗ്വേജ് ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട്. നമുക്കതിനോട് യോജിപ്പില്ല. അതേസമയത്ത് ഞാൻ പറയുന്നൊരു സത്യം, ഈ ലാംഗ്വേജിന് എപ്പോഴും ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ മലയാള ഭാഷയിൽ ഒരു 50 കൊല്ലം മുമ്പുള്ള ഒരു പത്രം എടുത്ത് നമ്മൾ വായിച്ചാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മറ്റൊരാൾ ആവശ്യം വന്നേക്കാം. അത്ര വ്യത്യാസമുണ്ട്. ഭാഷ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ മനുഷ്യനിൽ ഭാഷയോടൊപ്പം വികസിച്ച ഒന്നാണ് ടോണുകൾ. ഈ ടോണിൻ്റെ ഭാഗമാണ് വയലിൻ്റെ ശൈലി, അതുപോലെ ഗാനങ്ങൾ, പിന്നെ കവിതകൾ. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. ഭാഷയുടെ പുരോഗതിയുടെ ഒരു ഭാഗമാണ്, വളർച്ചയുടെ ഒരു ഭാഗമാണത്. അതുകൊണ്ട് തന്നെ നാം വയലു മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്നതും അനൗചിത്യമാണ്. അതേസമയത്ത് വയല് ശരിയല്ല എന്ന് പറയുന്നതും അനൗചിത്യമാണ്. എല്ലാറ്റിനും അതിൻ്റേതായ സ്വാധീനമുണ്ട് എന്ന് ഉൾക്കൊള്ളണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം അവിടെയല്ല. ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയം, അവിടെയുള്ള നിസ്കാരത്തിൻ്റെ ഉള്ളിലെ ദിക്റുകൾ ആസ്വദിക്കാൻ നമുക്ക് പറ്റണം. അതോടൊപ്പം നിസ്കാരത്തിന് ശേഷവും ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇതൊക്കെ ഒരു കീവേഡായിട്ട് കൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് കഴിഞ്ഞ് നമ്മൾ അവസാനം തഹ്ലീലൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ഒന്നിച്ച് ചൊല്ലും, ലാ ഇലാഹ ഇല്ലല്ലാഹു. ഈണത്തിൽ ചൊല്ലും, കുറച്ച് ഈണം കവർ ചെയ്ത് ചൊല്ലും. അത് കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ അതൊരു വലിയ തൗഫീഖാണ്. അത് ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരമുള്ള സമയം ഏതാണ്? ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം, അർദ്ധരാത്രിക്ക് ശേഷം, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം. അവിടെ ഒന്നിച്ചുള്ള ദുആ ഉത്തരത്തിന് സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് ദുആകൾ നടക്കണം. ഈ ദുആ നടക്കുന്ന സമയത്ത് ഒരു ജമാഅത്തിന് എൻ്റെ കൂടെ ഇരുന്നൊരു സഹോദരൻ, അദ്ദേഹം ആദ്യം കുറച്ച് സമയം ഇങ്ങനെയോ മറ്റോ വെച്ചു. അതിനുശേഷം അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് കൈവച്ചു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ദുആ അത് ദുആയോട് പ്രയാസം ഉണ്ടായിട്ടല്ല, അദ്ദേഹം മറ്റൊരു മൂഡിലാണ്. പക്ഷെ എൻ്റെ വിഷയം അവിടെയല്ല. നിസ്കാരത്തിന് വരുന്ന സമയത്ത് ഈ സംഗതിയെ ആസ്വദിക്കാനും കൂടെ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ദിക്റുകൾ, ഇപ്പോൾ തറാവീഹിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ തറാവീഹിന് ശേഷവും ഓരോ ഈ 2 റക്അത്തിനിടയിലും നമ്മൾ ദിക്റുകൾ ചൊല്ലും. ആ ദിക്റുകൾ ചൊല്ലുന്ന സമയത്ത് ആ ഈണം, അതിൻ്റെ ആ തരംഗമൊക്കെ പാലിച്ച് അത് ആസ്വദിച്ച് അതിൻ്റെ കൂടെ സഞ്ചരിക്കണം. ദിക്റുകളും അങ്ങനെയാണ്. നിസ്കാരത്തിൻ്റെ ഉള്ളിലെ ദിക്റും പുറത്തെ ദിക്റും ഇതുപോലെയാണ്. പരിശുദ്ധ ഖുർആനിൽ ഇന്ന ഫീ ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി എന്ന് പറഞ്ഞിട്ട് ഈ ആകാശങ്ങളിലെ രാത്രി പകൽ ഭാഷ ഈ വ്യത്യാസങ്ങളിലെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ തുടർച്ചയായി പറഞ്ഞത് കാണാം, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അതായത് ഈ ദൃഷ്ടാന്തങ്ങളിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കുന്ന ഒരു റൂട്ട് പഠിപ്പിക്കുന്നുണ്ട് അവിടെ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എൻ്റയർ ലൈഫ്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യദ്കുറൂനല്ലാഹ. അങ്ങനെ ദിക്റ് ചൊല്ലി ദിക്റിൻ്റെ വക്താവാകുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ മനസ്സ് തെളിയും എന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എനർജി ബേസ്ഡ് ആയിട്ടുള്ള, എനർജി കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനർജി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു പഠനത്തിലെല്ലാം ഇതിൽ ധാരാളം ഭാഗങ്ങൾ വരുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ ഈ ദിക്റ് ചൊല്ലി മനുഷ്യൻ്റെ മനസ്സ് തെളിയുമ്പോൾ അവന് ഉണ്ടാകുന്നൊരു വ്യത്യാസമുണ്ട്. അവൻ എവിടെ നോക്കിയാലും എല്ലാറ്റിലും അതിൻ്റെ പിന്നിലൊരു വക്താവിനെ കൂടി കാണും. ഞാനൊരു ദിവസം ഒരു ഡാമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത്
ഡാമിലെ ആ വെള്ളക്കെട്ട്, അതുപോലെ ആ ഡാം വെള്ളം രൂപപ്പെട്ടതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, അവിടെയുള്ള പൂന്തോട്ടം, ഇതെല്ലാം വളരെ കളർഫുള്ളാണ്. ഒരു വിഭാഗം ഈ പൂന്തോട്ടം കണ്ടിട്ട് അതിലിങ്ങനെ തുള്ളിച്ചാടുകയും ഡാൻസ് ചെയ്യുകയും പലതും ചെയ്യുന്നു. മറുഭാഗത്തൊരാൾ, അദ്ദേഹം ഇങ്ങനെ അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു. ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഒരുപാട് സമയം ആലോചിച്ചു നിന്നുപോയി. ഈ പ്രപഞ്ചത്തിന്, ഈ ഒരു പച്ചപ്പിന് ഇത്രമാത്രം കൗതുകം ഉണ്ടെങ്കിൽ, ഈ പച്ചപ്പ് ഇതിന് നൽകിയ ഇതിൻ്റെ ഒരു ദാതാവ്, ഇതിൻ്റെ ഒരു സ്രഷ്ടാവ്, ഇതിൻ്റെ ഒരു ഡിസൈനർ, ഓതർ, ആ ഓതർ എന്തുമാത്രം അടിപൊളിയായിരിക്കും. ഇതാണ് എൻ്റെ ചിന്ത. അദ്ദേഹം പറയാണ്, ഇതാണ് മനസ്സ് തെളിയുമ്പോഴുള്ള സ്വഭാവം. മനസ്സ് തെളിയുമ്പോഴുള്ള സ്വഭാവം അതാണ്. അവരുടെ മനസ്സ് പിന്നീട് വീണ്ടും 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 ആനന്ദത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ മറ്റൊരു വിഭാഗം ഡാൻസിങ് ചെയ്യുന്നു. ഡാൻസിങ് ചെയ്യുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ അതൊരു ആനന്ദമാണെന്ന്? ആഘോഷിക്കണം. ഇത്തരം വിഷയങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇപ്പം നിസ്കാരം, ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കണക്ട് ചെയ്താൽ ഇവിടെയൊക്കെ ധാരാളം അവസരങ്ങൾ, ഖുർആൻ പാരായണം ചെയ്യുന്നതിനുള്ള അവസരം, അതുപോലെ നിസ്കാരം പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമൊക്കെ ഇവിടെയൊക്കെ ധാരാളം സംഘടിപ്പിക്കാറുണ്ട്. താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് അതിനൊക്കെ അവസരം നമുക്ക് ഒരുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഒന്നിച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ചിലരൊക്കെ നിസ്കാരം ആസ്വാദ്യകരമായി നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പല ചടങ്ങുകളും സംഘടിപ്പിച്ചത് കാണാം. ഇസ്ലാമികമായ നിയമങ്ങളെ പൂർണ്ണമായി കാറ്റിൽ പറത്തുകയും ഇസ്ലാമികമായ അഹ്കാമുകൾ അത് പൂർണ്ണമായി നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് കാണാം. അത് തെറ്റാണ്, ഇത് ശരിയല്ല. നിയമങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒരുപാട് സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ചിന്തയുള്ളവർക്ക് സംഭവിക്കുന്നത് എന്താണ്? അവർ എവിടെ നോക്കിയാലും വീണ്ടും ആസ്വാദനമാണ്. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഡാമിൽ വന്ന്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വന്ന് ഈ ആഭാസം കാണിച്ചവർ അതൊരു വിഷ്വലായി റെക്കോർഡ് ചെയ്യുന്നു. ഈ റെക്കോർഡ് ചെയ്ത വിഷ്വൽ, അതിൻ്റെ വക്താവ് അദ്ദേഹം ഒരു സ്കൂൾ പ്രിൻസിപ്പളാകുന്നു. ആ പ്രിൻസിപ്പാളുടെ ചേംബറിൽ അത് ഡിസൈൻ, ആ ഒരു വിഷ്വൽ അത് ഡിസ്പ്ലേ ചെയ്താൽ ഇഷ്ടപ്പെടുമോ? അദ്ദേഹം ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഡാൻസ് കാണുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വളരെ വഷളൻ ശൈലികൾ. ഈ സിനിമാറ്റിക് ഡാൻസുകളൊക്കെ പറയുമ്പോൾ ഈ ചെറിയ ചില അഴുക്ക് വെള്ളങ്ങളിലെ കൃമികൾ പിടക്കുന്നതാണ് എനിക്കെപ്പോഴും ഓർമ്മ വരാറുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഓർമ്മ വരാറുള്ളത്. അങ്ങനെ ഒരു വഷളൻ പിടക്കലുകൾ, അതാണ് പലപ്പോഴും ഇത്തരം ഡാൻസുകൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. അത് സ്റ്റെപ്പ് പഠിക്കാൻ പോലും സമയം ചെലവഴിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കൗതുകം തോന്നാറുണ്ട്. ഇവർക്ക് ഇങ്ങനെയൊക്കെ താഴോട്ടിറങ്ങാൻ സാധിച്ചല്ലോ എന്നാലോചിച്ചിട്ട് കൗതുകപ്പെടാറുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ആസ്വദിക്കുന്ന മനുഷ്യന്മാർ, അവരെ ആ വിഷ്വൽ അവർ റെസ്പെക്റ്റീവായി നിൽക്കുന്ന ഒരു പൊസിഷനിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഇഷ്ടപ്പെടുമോ? ഇല്ല. അതിൻ്റെ അർത്ഥം അവരുടെ മനസ്സാക്ഷി അതിനെ ഒരു രണ്ടാം നമ്പറായി, അഥവാ ഒരു നിലവാരമില്ലാത്തതായി കാണുന്നു എന്നാണ്. എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടില്ലെങ്കിലും അവരുടെ മൈൻഡിൽ ഇത് എന്നൊന്നും ഉണ്ടാകൂലേ? അവരുടെ മൈൻഡിൽ ഇത് കാലാകാലം ഉണ്ടാകൂലേ? അപ്പോൾ പിന്നെ ഈ ആനന്ദം, ഇവർ ഈ ആസ്വദിച്ചത് ആസ്വാദനമാണോ? ഈ മെമ്മറിയിൽ നിന്ന് റീകോൾ ചെയ്യുന്ന സമയത്തെല്ലാം ഇവരൊരു അത്ര പോരാത്തവരാണെന്ന ചിന്ത അവരെ അലട്ടൂലേ? അപ്പോൾ ആനന്ദത്തിന് വേണ്ടി ചെയ്യതെന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവരുടെ അടുത്ത പൊസിഷനാണ് റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. ആ വാക്കിൻ്റെ അർത്ഥം, പടച്ചോനെ ഇതൊന്നും വെറുതെ പടച്ചതല്ല. ഈ വാക്ക് ഭയങ്കര പവറുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ഇപ്പം നമ്മളിവിടെ ഇറങ്ങി ഈ ബിൽഡിങ്ങിൻ്റെ ഈ ടെറസിൽ വൃക്ഷങ്ങൾ കാണാം. ഈ വൃക്ഷങ്ങളിലെ ഒരു ഇലയിലേക്ക് നമ്മൾ ചെന്ന് പിടിച്ചു നോക്കുക. ആ വൃക്ഷത്തിൽ ഒരു 100 ഇലകളുണ്ടെങ്കിൽ 100 ഇലയും വ്യത്യസ്തമാണ്. ബോട്ടണി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, ഓരോന്നും വ്യത്യസ്തമാണ്. എന്നാൽ ഈ ഇലയിലെ പച്ച കളർ അതെവിടെ നിന്നാണ് ലഭിച്ചത്? ഞാൻ അതിൻ്റെ താഴെ നോക്കി. താഴെയുള്ള മണ്ണ് പച്ച കളറല്ല, ചുവപ്പ് കളറാണ്. പക്ഷേ ഈ വൃക്ഷത്തിൽ പച്ച കളർ വന്നിരിക്കുന്നു. ബോട്ടണി ശാസ്ത്രം പറയുന്നവരോട് ചോദിക്കുന്നു, എവിടെ നിന്നാണ് ഈ പച്ച കളർ കിട്ടിയത്? അവർ പറയും, അത്
ഇത്ര ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഭൂമിയേക്കാൾ ഇത്ര 1000 മടങ്ങ് വലുപ്പമുള്ള സൂര്യനിൽ നിന്നാണ് ഈ എനർജി ഈ സസ്യം നേടിയതെന്ന് അവർ പറയും. ഇവരൊരുപാട് കാലം പഠിച്ചിട്ട് പറയുന്ന സമയത്ത് ദിക്റ് ചൊല്ലി മനസ്സ് തെളിഞ്ഞ ഔലിയാക്കൾ അവർ ഈ ചെടി നോക്കുമ്പോൾ ഈ ചെടിയുടെ പിന്നിലെ അള്ളാഹുവിനെ അവർ കാണുന്നു. ആ കാണുന്നതിൻ്റെ സ്റ്റേറ്റ്മെന്റ്, ആ കാണുന്നതിനെ സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. അങ്ങനെ അള്ളാഹുവിൻ്റെ വക്താവായ ഒരു മനുഷ്യൻ. അപ്പം നമ്മൾ ജമാഅത്തിന് വരുന്ന മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്? ഞാൻ അള്ളാഹുവിൻ്റെ ആളാണ്. ഓരോ ജമാഅത്തിന് വരുമ്പോഴും പടച്ചോനെ എന്നെ നീ സ്വീകരിച്ചോളണേ, എന്നെ നീ വെറുതെ ആക്കരുതേ, ഈ ചിന്തയോടുകൂടെയാണ് ഓരോ ആരാധനയും മനുഷ്യൻ നിർവഹിക്കുന്നത്. നമുക്കറിയാം അദ്ദുആഉ മുഖുൽ ഇബാദ. എല്ലാ ഇബാദത്തിൻ്റെയും മുഖായിട്ട് ദുആ വേണം. എല്ലാ ഇബാദത്തിൻ്റെയും മുഖായിട്ട് ദുആ വേണം. ദുആഇൻ്റെ ശേഷം ദുആ ചെയ്യണം. അത് മാത്രമല്ല ദുആ, ഓരോ ആരാധനയുടെയും മജ്ജയായിട്ട് ദുആ വേണം. അതെന്താ? ഈ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നടന്നുകൊണ്ടിരിക്കുന്ന നിസ്കാരത്തിനിടയിലും മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പടച്ചോനെ 100 കൂട്ടം പോരായ്മയൊക്കെ ഉണ്ടാകാം, പക്ഷെ നീ എന്നെ സ്വീകരിക്കണേ. 100 കൂട്ടം പോരായ്മയൊക്കെ ഉണ്ടാ, നീ എന്നെ സ്വീകരിക്കണേ. അദ്ദുആഉ മുഖുൽ ഇബാദ. എല്ലാ ഇബാദത്തിൻ്റെയും മജ്ജ എവിടെയാ? നമ്മളെ ശരീരത്തിൽ മജ്ജ എവിടെയാ? ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ എല്ല്, മാംസത്തിൻ്റെ ഉള്ളിൽ എല്ലിൻ്റെ ഉള്ളിലാണ് മജ്ജ. അപ്പം നമ്മുടെ ഇബാദത്തിൻ്റെ ആ ഉള്ളിൽ ഈ മജ്ജ വരണം, ഈ ദുആ വരണം. അങ്ങനെ നിസ്കാരം കൊണ്ടു നടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ എല്ലാ സമയവും ഞാൻ അള്ളാഹുവിൻ്റെ ആളാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ആളാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ആളാണ്, ഈ ചിന്ത ഇങ്ങനെ ഉറച്ചൊരു മനുഷ്യൻ അവൻ മരിക്കുന്ന സമയമാകുമ്പോൾ ആ സമയത്ത് അവൻ്റെ മനസ്സിലെ പ്രതീക്ഷ അതൊരു പീക്ക് പോയിന്റിലായിരിക്കും. അവൻ മരിക്കുന്നതിന് മുമ്പ് അവൻ പറയും, മക്കൾ ഞാൻ പോകാൻ നേരമായി, പറഞ്ഞു തുടങ്ങും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ നദാപുരത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് അവിടെ ഒരു ഹാജിയാരുണ്ടായിരുന്നു, എരോത്ത് പോക്കർ ഹാജി എന്ന് പറയുന്ന. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കുമാറാകട്ടെ. നല്ല സമ്പന്നനാണ്, പക്ഷേ വിനയത്തിൽ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു അടുത്ത് അദ്ദേഹം വീണിട്ട് കാല് പൊട്ടി. പ്രായമുള്ള സമയമാണ്. അങ്ങനെ ഓപ്പറേഷൻ നടന്നു. ഊരയുടെ ഈ ഭാഗത്തെങ്ങാനാണ് പൊട്ട്. ഓപ്പറേഷൻ നടന്നു. ഡോക്ടർമാർ പറഞ്ഞു ഒരേ കിടത്തം കിടന്നാൽ വളരെ പെട്ടെന്ന് ഭേദമാകാൻ സാധ്യത കൊണ്ട് ഒരേ കിടത്തം കിടക്കണം. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞു മക്കൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊന്ന് വീട്ടിൽ വരണം. എന്തേ? ഒരു രക്ഷയില്ല, നിസ്കാര സമയമായാൽ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിസ്കരിക്കണം, ആര് പറഞ്ഞാലും കേൾക്കൂല. അപ്പം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും, അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് വിശേഷങ്ങൾ നമുക്ക്. അപ്പോൾ ഈ വിഷയം അദ്ദേഹം തന്നെ എടുത്തിട്ട സമയത്ത് ഞാൻ പറഞ്ഞു, കിടന്ന് നിസ്കരിച്ചാലും അള്ളാഹു സ്വീകരിക്കും. അള്ളാഹ്ക്ക് നിങ്ങളിങ്ങനെ എഴുന്നേറ്റ് ഇരുന്ന് നിസ്കരിക്കണമെന്നില്ല, നിങ്ങളെ മനസ്സാണ് പ്രധാനം. അതുകൊണ്ട് കിടന്ന് നിസ്കരിച്ചിട്ട് ആരോഗ്യത്തിന് ഉപകാരപ്പെടുകയാണെങ്കിൽ അതല്ലേ നല്ലത്, അതാണ് ശറഈയായിട്ട് നല്ലത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സത് അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തോളാം. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ കാണാൻ ചെന്നു. ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, കരഞ്ഞു, കുഞ്ഞ് കരയും പോലെ തേങ്ങി കരയുന്നു. കരഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതാ ഈ റമദാനിൽ അദ്ദേഹത്തിൻ്റെ അറിയാവുന്ന മറ്റൊരു വ്യക്തിയെ പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ പ്രായമുള്ള പലരും മരിച്ചു, ഞാനും മരിക്കും. ഏത് സുജൂദാണ് റബ്ബ് എന്നിൽ നിന്ന് സ്വീകരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. എനിക്കെൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വല്ലാത്ത കൊതിയുണ്ട്. നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് നിസ്കരിക്കുന്നത്. നിങ്ങൾ സമ്മതം തരാതെ നിസ്കരിക്കാൻ എനിക്ക് ധൈര്യം വരാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നത്. എനിക്ക് സമ്മതം തന്നോട്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലെ വൈകാരികത എൻ്റെ എല്ലാ നിയമങ്ങളെയും മാറ്റിമറിച്ചു കളഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. അദ്ദേഹം എഴുന്നേറ്റ് സുജൂദ് ചെയ്യാൻ തുടങ്ങി. തൊട്ടടുത്ത ദിവസം സുബഹിക്ക് മക്കൾ പറയുന്നു ഉപ്പ മരണപ്പെട്ടു. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിസ്കാരം കഴിഞ്ഞു സുബഹിയാകുന്നതിൻ്റെ മുമ്പേ ഉപ്പ മരിച്ചു. അദ്ദേഹം ആ റമദാനിൽ ഹറമിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഉംറ ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ മനുഷ്യന്മാരുണ്ട്. നിസ്കാരം ജമാഅത്തിൽ പങ്കെടുക്കണമെന്നതിന് കാർക്കശ്യം പുലർത്തുകയും അത് ആസ്വദിക്കുകയും എൻ്റെ റബ്ബ് എന്നെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ കൽബിൽ കൊണ്ട് നടക്കുന്നൊരു മനുഷ്യന് അവൻ്റെ ജമാഅത്തായിട്ടുള്ള നിസ്കാരങ്ങൾ അവനിൽ പവർ കൂട്ടിക്കൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കണം. നമുക്കൊരു ഇബാദത്തിന് തൗഫീഖ് ഉണ്ടാകുമ്പോൾ
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാളുടെ ന്യൂനത തേടി യാത്ര ചെയ്യരുത്. ഞാൻ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വരുമ്പോൾ അവിടെ ഒരാൾ വെറുതെ ഇരിക്കുന്നു, തിരിച്ചു പോകുമ്പോൾ അവിടെ അയാൾ വെറുതെ ഇരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, എന്താണ് ഈ മനുഷ്യനൊക്കെ, ഇയാളെന്താ ഇങ്ങനെ? ഒരു ജമാഅത്തിന് പോലും തൗഫീഖില്ലാത്തവർ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്, പറയുകയും ചെയ്യരുത്. അതേസമയം ഞാൻ ആ നാട്ടിലെ ഖത്തീബാണ്, അല്ലെങ്കിൽ ഞാൻ ആ നാട്ടിലൊരു മുദരിസാണ്, അല്ലെങ്കിൽ ഞാൻ ആ നാട്ടിലൊരു മതവിഷയത്തിന് നേതൃത്വം നൽകുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ആ മനുഷ്യൻ്റെ ബാപ്പയാണ് എങ്കിൽ എനിക്ക് ചുമതലയുണ്ട്, ഞാൻ അദ്ദേഹത്തെ ഉണർത്തണം. അല്ലാതെ ആ മനുഷ്യൻ തൗഫീഖില്ലാത്തവനാണെന്നോ, ആ മനുഷ്യൻ എന്നെക്കാൾ ദുഷിച്ചവനാണെന്നോ, ആ മനുഷ്യൻ ന്യൂനതയുള്ളവനാണെന്നോ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ അഴുക്കുള്ളതിൻ്റെ ലക്ഷണമാണ്. മറ്റൊരാളുടെ ന്യൂനതയായി നമ്മുടെ കൽബിൽ തങ്ങി നിൽക്കുന്നത് നമ്മുടെ മനസ്സിലെ അഴുക്കിൻ്റെ സൂചനയാണ്. നമ്മൾ അവിടെയാണ് ചികിത്സിക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് പലപ്പോഴായിട്ട് ഞാൻ ഉണർത്താറുള്ളത് എന്നെ തന്നെയാണ്. അൽ ഗീബത്തു അശദ്ദു മിൻ 30 സനിയത്തൻ. ഒരു ഗീബത്ത് അഥവാ മറ്റൊരാളിൽ ഉള്ള കുറ്റം നാം പറയുന്നത്, നാം ചിന്തിക്കുന്നത്, നമ്മളതിൻ്റെ പിന്നാലെ കൂടുന്നത് 30 വ്യഭിചാരത്തെക്കാൾ കഠിനമാണ്. അൽ ഗീബത്തു അശദ്ദു മിൻ 70 ഹൂബൻ എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. 70 ഹൂബിനേക്കാൾ, 70 ഹൂബ് എന്ന് പറഞ്ഞാൽ, ഒരു ഹൂബ് എന്ന് പറഞ്ഞാൽ ഉമ്മയെ 70 തവണ വ്യഭിചരിക്കുന്നതിനാണ് ഹൂബ് എന്ന് പദപ്രയോഗം. 70 × 70 4900. 4900 ഉമ്മയെ വ്യഭിചരിക്കുന്നതിനോട് തുല്യമാണ് ഒരാൾ ഒരു ഗീബത്ത് പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരാളുടെ ന്യൂനതയുടെ പിന്നാലെ പോകാതിരിക്കാൻ ഒരു വിശ്വാസി ഏത് അമല് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഒരു അമല് ചെയ്യുമ്പോൾ നമ്മളൊരു ദിവസം 5 പേജ് ഖുർആൻ ഓതുന്നു, അല്ലെങ്കിൽ 2 ജുസ് ഖുർആൻ ഓതുന്നു, വലിയ ആനന്ദമാണ്. ഈ ആനന്ദമുള്ള ഖുർആൻ ഓത്ത് നമ്മൾ നടത്തുമ്പോൾ എന്തിലേക്ക് പോകരുത്? അതിന് തൗഫീഖില്ലാത്ത ഒരാളുടെ ന്യൂനത തേടി പോകരുത്. നാം അത് ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഭൗതികമായി ഏറെ നേട്ടങ്ങളുണ്ട്, ആത്മീയമായും ഏറെ പുരോഗതികളുണ്ട്. ഇതെല്ലാം ഉള്ള ഈ ഒരു നേട്ടങ്ങളുടെ ലോകത്തുകൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സംസാരം ചുരുക്കുന്നു. ഇൻഷാ അള്ളാഹ് ശേഷം ദലായിലുൽ ഖൈറാത്തും അതിനുശേഷം തസ്ബീഹും നോമ്പുതുറയും എല്ലാം ഇവിടെ നടക്കും. നമ്മളെല്ലാം അത് പ്രതീക്ഷിക്കുന്നവരാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഈ ഒത്തുചേരൽ ഞങ്ങളിൽ നിന്ന് എല്ലാ ദോഷങ്ങളും പുറത്തു തരാനുള്ള നല്ലൊരു കാരണമാക്കി നീ സ്വീകരിക്കണേ റഹ്മാനെ. ജീവിതത്തിലുടനീളം ജമാഅത്തുകൾ നിലനിർത്താനും ആ ജമാഅത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നിന്റെ അടുക്കൽ കബൂലാകാനുള്ള സബബാകുന്ന രീതിയിൽ ആ ജമാഅത്തിനെ ഉപയോഗിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. എപ്പോഴും നല്ലത് ചിന്തിക്കാനും നല്ലത് പഠിക്കാനും നല്ലതിൻ്റെ വക്താക്കളായി ജീവിക്കാനും നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളെ സംരംഭങ്ങളെല്ലാം നീ വിജയത്തിലെത്തിക്കണേ റഹ്മാനെ. ഇവിടെ എല്ലാ ദിവസവും വലിയ ജനാവലി പങ്കെടുക്കുന്ന നോമ്പുതുറ നടക്കുന്നു. അതിനുവേണ്ടി ധാരാളം പേര് സഹായിക്കുന്നു. ജാമിഉൽ ഫുതൂഹിലെ ഓരോ നോമ്പും ആയിരങ്ങൾ തുറക്കുന്ന നോമ്പുതുറയാണ്. അതിന് സഹായിക്കുന്നവർ, അതിന് ഖിദ്മത്ത് ചെയ്യുന്നവർ, അതിന് നേതൃത്വം നൽകുന്നവർ, റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നീ നല്ല സന്തോഷം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആഫിയത്തും ഈമാനും തഖ്വയും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ ഇടങ്ങളിലും എല്ലാ വിഷയങ്ങളിലും നീ സഹായിക്കണേ റഹ്മാനെ. വീട്, വിവാഹം, പഠനം, ജോലി, മക്കള്, എല്ലാ വിഷയങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. തുണയാകണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളെ ഒരിടത്തും നീ പരാജയത്തിലാക്കരുതേ റഹ്മാനെ. ഞങ്ങളെ ഈ ജീവിതം കഴിഞ്ഞ് തിരിച്ച് യാത്രയാകുന്ന സമയമാകുമ്പോൾ ഈമാൻ പരിപൂർണമായ രീതിയിൽ മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളിലും ഉസ്താദുമാരിലും പ്രിയപ്പെട്ടവരിലും ധാരാളം പേർ ഇന്ന് ഖബറിലാണ്. അവർക്കെല്ലാം ഞങ്ങളുടെ ഈ സദസ്സിൻ്റെ സത്തുല്യ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ. ആഖിറത്തിൽ റബ്ബേ ഞങ്ങളെ സ്വർഗത്തിൻ്റെ വക്താക്കളാക്കണേ അല്ലാഹ്. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ റഹ്മാനെ. എല്ലാറ്റിലും ഉപരി നിൻ്റെ ലിഖാഇന് ഭാഗ്യം തരണേ അല്ലാഹ്. റബ്ബേ, ഈ സംരംഭങ്ങളൊക്കെ കേരളത്തിനും ഇന്ത്യക്കും ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് തന്നെ ആത്മാഭിമാനമാകുന്ന രീതിയിൽ ഉയർന്ന് പഠന കാരണക്കാരനായ
ഞങ്ങൾക്കെല്ലാം അഭയമായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ നീ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ സംവിധാനങ്ങൾക്ക് ഏറെ ശ്രമകരമായി നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് അവറുകൾ നീ നല്ല ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഇവരുടെ എല്ലാം ശ്രമങ്ങൾക്ക് നീ ശക്തി പകരണേ റഹ്മാനെ. ഞങ്ങളെ ദീനിൻ്റെ എല്ലാ ഉലമാഇനും നീ ശക്തി പകരണേ അല്ലാഹ്. റബ്ബേ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനം നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.